Next we are discussing about the development of seed from ovule. So that is the post fertilization event. So first one, formation of endosperm from primary endosperm nucleus. After that we learned about the formation of embryo from or development of embryo from zygote. Next we are going to discuss about the development of seed from ovule. What is seed? We can say that it is a fertilized ovule that is called a seed. Seed is the final product of sexual reproduction, that is the fertilized ovule. Ovule fertilization നടന്നാണ് എന്തായി മാറുന്നത്, seed ആയിട്ട് മാറുന്നത്. Also we can say that it is the reproductive unit of flowering plants. Flowering plantsകളുടെ reproductive unit കൂടിയാണ് എന്തെന്ന് പറയുന്നത്, seed എന്ന് പറയുന്നത്. Seed consists of seed coat, embryonal axis and cotyledon. Seed coats are formed from integument. We already know that the integument, these are the protective layer. Ovule structure പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു integumentsകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ovule സറൗണ്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡഗ്മെന്റ്. അതിലെ ഔട്ടർ ഇൻഡഗ്മെന്റുകളാണ് ടെസ്റ്റ് ആയിട്ട് മാറുന്നത്, ദാറ്റ് ഈസ് ദ ഹാർഡ് കോട്ടിംഗ്. ദെൻ അനദർ വൺ ഇന്നർ ഇൻഡഗ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ടെഗ്മെൻ. അപ്പോൾ സീഡ് കോട്ട് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇൻഡഗ്മെന്റുകളിൽ നിന്നാണ്. ഔട്ടർ ഇൻഡഗ്മെന്റിനെ ടെസ്റ്റ് എന്നും ഇന്നർ ഇൻഡഗ്മെന്റിനെ ടെഗ്മെൻ എന്നും വിളിക്കുന്നു. അല്ലെങ്കിൽ ഔട്ടർ സീഡ് കോട്ട് ഈസ് കോൾഡ് ടെസ്റ്റ ആൻഡ് ഇന്നർ സീഡ് കോട്ട് ഈസ് കോൾഡ് ടെഗ്മെൻ. സീഡ് കോട്ട് ഒരു ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ആണ് ഏത് തരം പ്ലാന്റുകളിൽ, ഡൈക്കോട്ട് പ്ലാന്റുകളിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ദ മൈക്രോപൈൽ of the ovule is retained in the seed as a small pore in the seed coat that helps to entry the oxygen and water for development of seed during germination. Seed germination ന്റെ സമയത്ത് വാട്ടറും ഓക്സിജനും എൻ്റർ ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കും, ഈ പറയുന്ന സ്മോൾ പോറിലൂടെ ആയിരിക്കും. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒവ്യൂളിൻ്റെ ഏത് ഭാഗത്താണ് മൈക്രോപൈലുകൾ കാണപ്പെടുന്നത്, ടെർമിനൽ ഭാഗം അല്ലേ. ബേസൽ ഭാഗത്തെ വിളിക്കുന്ന പേര് ചലാസ എന്നും ടെർമിനൽ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, മൈക്രോപൈല്. അതായത് ഇൻഡഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തിനെ എൻസർക്കിൾ ചെയ്തിട്ടില്ല, ഒവ്യൂളിനെ എൻസർക്കിൾ ചെയ്തിട്ടില്ല. ചില ഭാഗങ്ങളിൽ ചെറിയ സ്മോൾ പോറുകൾ കാണപ്പെടും. ദാറ്റ് സ്മോൾ പോർ ഈസ് കോൾഡ് മൈക്രോപൈൽ. ദാറ്റ് മൈക്രോപൈൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ seed as a small pore. You know that the funicle of the ovule, the stalk of the ovule is called funicle. The funicle leaves the scar on the seed, that is called hilum. What is funicle? The stalk of the ovule is called funicle. Is it? ആ ഫ്യൂണിക്കിളുകളിൽ എന്ത് കാണപ്പെടും, ഒരു ചെറിയ സ്കാർ കാണപ്പെടും. ആ സ്കാർ ആണ് എന്തായിട്ട് മാറുന്നത്, ഹൈലമായിട്ട് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ഹൈലം? ജംഗ്ഷൻ ബിറ്റ്വീൻ funicle and ovule, that is called hilum. Seed coat encloses an embryo and cotyledon. എംബ്രിയോയും അതുപോലെ തന്നെ കോട്ട്ലിഡനൊക്കെ എന്തിനകത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്, സീഡ് കോട്ടിനകത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. സീഡ് കോട്ടാണ് എംബ്രിയോയെയും അതുപോലെ തന്നെ കോട്ട്ലിഡനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് cotyledon and embryonal axis. A seed with endosperm. If the seeds contain endosperm, that type of seeds are called albuminous seed or endosperminous seed. A seed without endosperm, that is called non-albuminous seed or non-endosperminous seed. അപ്പോൾ ആൽബുമിനസ് സീഡിൻ്റെ പ്രത്യേകത, ആ സീഡിൽ എന്ത് കാണപ്പെടും, എൻഡോസ്പേം കാണപ്പെടും. അവിടുത്തെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, എൻഡോസ്പേമിലായിരിക്കും. അത്തരം പ്ലാന്റുകൾക്ക് എൻഡോസ്പേമിനസ് സീഡുകൾക്ക് എക്സാമ്പിളാണ് വീറ്റ്, മെയ്സ്, കാസ്റ്റർ എക്സെട്ര. അതുപോലെ നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ എ സീഡ് വിത്തൗട്ട് എൻഡോസ്പേം, സീഡ് വിത്തൗട്ട് എൻഡോസ്പേം. അത്തരം സീഡുകളെ വിളിക്കുന്ന പേരാണ് നോൺ ആൽബുമിനസ് സീഡുകൾ അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിനസ് സീഡുകൾ. ഇവിടെയുള്ള എൻഡോസ്പേം എന്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൺസ്യൂം ചെയ്തു, എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൺസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് non-albuminous seed. Example, pea, groundnut, beans, etc. In some seed, remnant nucellus are persistent. That residual persistent nucellus is called a perisperm. ചില സീഡുകളിൽ ബാക്കിയുള്ള ന്യൂസെല്ലസുകൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കും, പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അത്തരത്തിലുള്ള സീഡുകളെ വിളിക്കുന്ന പേരാണെന്ത്, പെരിസ്പം. ദാറ്റ് റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ആർ കോൾഡ് പെരിസ്പം. എക്സാമ്പിൾ ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. Then next one,
seed dormancy. What is seed dormancy? As you all know that when the seed is matured, their water content become reduced. As a result of the less water content, the seed become dry. Automatically their metabolic activity of the embryo slow down, so that particular embryo is become inactive. That condition is called seed dormancy. Then another one definition regarding to the seed dormancy. The property of failure of seed to germinate in the presence of optimum condition, that is called seed dormancy. Next we are discussing about the significance of seed. Seeds are the reproductive unit of flowering plants. Seed coat protect the embryo. Hard seed coat protect the embryo. Seeds store the food material that nourishing the young seedlings. Being the product of sexual reproduction, they generate new recombinant varieties that leads to the variation. Seeds are the basis of our agriculture. These are the importance or significance of seed. The next one, seed viability. What is seed viability? നമ്മൾ നേരത്തെ pollen viability പഠിച്ചതാണ്. Viable means function. Seed viability. Seed viability means the seed germinate and to produce seedlings, that is called seed viability. This viability is varies from species to species. Some examples like oxalis, they lost their seed viability in few months. Some seeds are remain alive for 100 years. One of the oldest viable seeds are of lupine that excavated from Arctic tundra. That seeds are germinated and flowered after an estimated record of 10,000 years of dormancy. A recent record of 2,000 years of viable seeds are date palm. So, എന്താണ് seed viable? The ability of a seed to germinate and to produce seedling, that is called seed viability. Next one, fruits. Formation of fruit from ovary. This is the one of the post fertilization event. What is fruits? It is the ripened ovary where the seeds are enclosed. Ovary ripen ചെയ്താണ് എന്തായി മാറുന്നത്? ഫ്രൂട്ട്സ് ആയി മാറുന്നത്. അതിനകത്തായിട്ട് എന്തുണ്ട്? സീഡ്സും കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഓവറിയുടെ വോള്, the wall of the ovary developed to form the wall of the fruit. That fruit wall is called a pericarp. There are two types of fruits. One is fleshy fruit and another one is dry fruit. If the fruit wall is soft and flesh, that type of fruits are called fleshy fruits. Example, orange and mango. If the fruit wall is hard, that type of fruit is called dry fruits. Example, groundnut and mustard. We know that most of the plants, the fruits are developed from the ovary. But some of the plants, the fruits are developed from other than ovary. So based on that particular development of fruits, there are two types of fruits. One is called true fruits and another one is called false fruits. What do you mean by true fruits? If the fruits are developed from an ovary, such a type of fruits are called true fruits. ഫ്രൂട്ട്സുകൾ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിയിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്രൂട്ട്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൂ ഫ്രൂട്ട്സ്. എക്സാമ്പിൾ, മാംഗോ, ഓറഞ്ച്, ടൊമാറ്റോ, എക്സെട്ര. Then another one of the type of fruits, that is called a false fruit. What is false fruit? If the fruits are formed from other than ovary, ovary അല്ലാത്ത ഫ്ലവറിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഫ്രൂട്ട്സുകൾ ഫോം ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്രൂട്ട്സുകളെ വിളിക്കുന്ന പേരാണ് false fruits. Example, apple. Apple is the fruit formed from thalamus. Then another one, strawberry. Strawberry is the fruit that is developed from thalamus. Then cashew, that particular fruit is developed from pedicel and thalamus. അപ്പോൾ ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരാണ് ട്രൂ ഫ്രൂട്ടുകളെന്നും, ഓവറി അല്ലാത്ത ഭാഗങ്ങളിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരാണ് false fruits എന്നും. Is it clear? The next one, Parthenocarpic fruits. Parthenocarpic fruits. Last lesson നമ്മൾ പഠിച്ചതാണ് Parthenogenesis. The organism developed without fertilization, that is called Parthenogenesis. Example ആയിട്ട് നമ്മൾ honey bee ഒക്കെ പറഞ്ഞിരുന്നു. Here we are discussing about the Parthenocarpic fruit. What do you mean by Parthenocarpic fruits? The fruits are formed without fertilization.
ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് fertilization, that is called parthenocarpic fruits, or we can call seedless plants. Seedless plants. Fertilization നടന്നാൽ എന്ത് നടക്കും? അവിടെ സീഡ് ഉണ്ടാകും. എന്നാൽ ഇത്തരം ഫ്രൂട്ട്സുകളിൽ എന്തില്ല? ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ വാട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? Fruits are formed without fertilization. That type of fruits are called parthenocarpic fruits or seedless fruits. Example, banana. Parthenocarpic and induced by the help of plant growth hormones like gibberellin and ഓക്സിൻ. ഓക്സിനും അതുപോലെ തന്നെ ഗിബർലിനും പോലുള്ള പ്ലാന്റ് ഹോർമോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പാർത്തനോകാർപ്പിക് പ്രോസസ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അപ്പോമിക്സിസ്. This is the type of reproduction. Here the seeds are developed without fertilization. Fertilization നടക്കാതെ എന്ത് ഫോം ചെയ്യപ്പെടുന്നു? സീഡ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് reproduction. Reproductionil ഇതൊരു asexual reproduction ആണ്. But they mimics like sexual reproduction. The organism that can reproduced by apomixis, that is called apomix. Apomixis are two types, Parthenogenesis and Parthenocarpy. Parthenogenesis എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസം ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സോ വാട്ട് ഈസ് അപ്പോമിക്സിസ്? Seed formed without fertilization. The organism can produced by apomixis, that is called apomix. Importance of apomixis. Apomixis is a type of asexual reproduction that mimics sexual reproduction and also produce the hybrid variety that leads to the increased productivity of that particular seed. Then the same time, if the seed collected from the hybrids are sown, the progeny do not maintain the hybrid character. These are the importance of apomixis in agriculture. Hybrids. Next one, polyamoroni. The presence of more than one embryo in a seed, that is called polyamoroni. This is due to the presence of more than one egg in an embryo sac and all the egg get fertilized. That is the reason why more than one embryos are present in seed. That condition is called polyamoroni. Example, citrus, lemon, conifers, orange, etc. This is the chapter. പബ്ലിക് എക്സാമിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്. നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം തന്നെ പിക്ചറുകളൊക്കെ നന്നായിട്ട് നോക്കുക. ഇതിൽ നിന്ന് പ്രാക്ടിക്കൽ എക്സാമിനും ക്വസ്റ്റ്യനുകൾ വരുന്നതാണ്. ആന്തറിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊക്കെ വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.